ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ മോഡൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ജ്യോതി ഈസ് an employee in a company. She would receive the following during the financial year 2023-24. Salary 50,000 per month. Dearness allowance 9,000 per month. Entertainment allowance 6,000 per month. She has received a life insurance premium of rupees 15,000 on his own life. Tiffin allowance 2,000 per month. City compensatory allowance 1,000 per month. Computes income from salary liable to deduction of tax at source if she does opt old tax regime and second one new tax regime. അപ്പോൾ ഇവിടെ ഓൾഡ് ടാക്സ് റിജിം ഓപ്റ്റ് ചെയ്താലും അതല്ലെങ്കിൽ ന്യൂ ടാക്സ് റിജിം ഓപ്റ്റ് ചെയ്താലും എങ്ങനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഇൻകം ഫ്രം സാലറി നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് രണ്ട് രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓൾഡ് ടാക്സ് റിജിം പ്രകാരം എങ്ങനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. അതിനുമുമ്പ് നമ്മൾ ആദ്യം ഇൻകം ഫ്രം സാലറി ഓൾറെഡി എങ്ങനെയാണോ ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതേ മെത്തേഡ് പ്രകാരം തന്നെ ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ കോളംസ് നോർമലി വരക്കുന്നത് പോലെ വരക്കുന്നു. പെർട്ടിക്കുലേഴ്സ് കോളവും രണ്ട് എമൗണ്ട് കോളവും കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഒന്നാമത്തത് എന്താണ്? സാലറി ആണ് തന്നത്. സാലറി തന്നിട്ടുള്ളത് എത്രയാണ്? സാലറി തന്നിട്ടുള്ളത് 50,000 ആണ്. 50,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 lakh എന്ന് കിട്ടും. ആ 6 lakhനെ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത് നമുക്ക് തന്നത് ഡിയർനെസ് അലവൻസ് ആണ്. അതായത് നമുക്ക് ഷോർട്ടായിട്ട് DA എന്ന് പറയാം, ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 9,000 ആണ്. 9,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,08,000 എന്ന് കിട്ടും. ഓക്കെ, 9,000 ഇൻറ്റു 12 കാണുന്നത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മന്ത്ലി ആണ് ക്വസ്റ്റ്യനിൽ, പെർ മന്ത് ആണ് തന്നത് ഡാറ്റ. അതിനെ നമ്മൾ ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ഒന്നും പറഞ്ഞിട്ടില്ല, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ ഇവിടെ 6,000 ആണ് എമൗണ്ട് തന്നത്. 6,000 ഇൻറ്റു 12 നമ്മൾ കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 72,000 എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ടിഫിൻ അലവൻസ് ആണ്. ടിഫിൻ അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. നമ്മൾ അലവൻസ് എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കുന്നതാണ്. എത്രയാണ് തന്നിട്ടുള്ളത്? 2,000 ആണ്. ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 24,000 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞ ഒരു അലവൻസ് തന്നിട്ടുണ്ട്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 1,000 ആണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 12 നമ്മൾ കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 12,000 എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡാറ്റ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. ഇൻകം ഫ്രം സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡാറ്റ. അതേപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അത് ഡിഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8,16,000 എന്ന് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ കിട്ടും. 8,16,000. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? 8,16,000 എന്ന് പറയുന്നത് ഗ്രോസ് സാലറി ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഗ്രോസ് സാലറി ആണ് ഈ കിട്ടിയ 8,16,000 എന്ന് പറയുന്നത്. ഇനി ഈ 8,16,000 നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ഇൻകം ഫ്രം സാലറി ആകുന്ന കേസിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? നിലവിൽ വരുന്നത് 50,000 ആണ്. ആ 50,000നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, 50,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എമൗണ്ട്? 7,66,000 എന്ന് എമൗണ്ട് കിട്ടും.
ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന 7,66,000 എന്ന് പറയുന്നത് നെറ്റ് സാലറിയാണ്. ഓക്കെ, നെറ്റ് സാലറിയാണ് 7,66,000 എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. അതായത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C വന്നിട്ടുണ്ട്. 80C എന്താണ്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 15,000 ആണ്. ഈ 15,000-ന് മൊത്തം ഡിഡക്ഷൻ കിട്ടും. 66,000 നിന്നും 15,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7,51,000 എന്ന് എമൗണ്ട് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ട് ആണ് നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് ഇൻകം ഫ്രം സാലറി. നെറ്റ് ഇൻകം ഫ്രം സാലറി ആണ് 7,51,000 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ടാക്സ് ലാബിലിറ്റി ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് അടിയിലൊരു കോളം വരക്കുന്നു. അതായത് ഇവിടെ നോർമൽ റേറ്റ് ഓഫ് ടാക്സ് വെച്ചുകൊണ്ട് ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. നോർമൽ റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് 2,50,000 ടാക്സ് എന്താണ്? നില്ലാണ്. ആദ്യത്തെ 2,50,000 ടാക്സ് വരുന്നില്ല. നെക്സ്റ്റ് 2,50,000, അടുത്ത 2,50,000-ന് ടാക്സ് ലാബിലിറ്റി എത്രയാണ് വരിക? അറ്റ് 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. അതായത് ഇതിന്റെ 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12,500 എന്ന് കിട്ടും. ഇനി ഇവിടെ 5 lakh കഴിഞ്ഞാൽ ഇത് ബാലൻസ് വരുന്നത് എത്രയാണ്? 2,51,000 ആണ്. ബാലൻസ് 2,51,000 ആണ് വരുന്നത്. ഇതിന് 20% ടാക്സ് വരും. ഓക്കെ, ഇവിടെ 2,51,000 എടുത്തത് നമ്മുടെ നെക്സ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ലാബിലിറ്റി ടാക്സ് റേറ്റിൽ എത്രയാണ്? 5 lakh ആണ്. അതുകൊണ്ടാണ് ഇവിടെ 20% എടുത്തത്. അതായത് 2,51,000-ന്റെ 20% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 50,200 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ രണ്ട് എമൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 62,700 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെ സർചാർജ് വരുന്നില്ല, അതേപോലെ തന്നെ റിബേറ്റ് വരുന്നില്ല. കാരണം നമ്മുടെ ഇൻകം ലിമിറ്റ് എക്സീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ സർചാർജ് ഇല്ല, അതേപോലെ റിബേറ്റും ഇല്ല. റിബേറ്റ് എന്ന് പറയുന്നത് 5 lakhൽ കുറവായിരിക്കണം. അതായത് ഇവിടെ 5 lakhൽ കൂടുതലുള്ളത് ഇവിടെ റിബേറ്റും അപ്ലിക്കബിൾ അല്ല. പക്ഷെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ HEC ആഡ് ചെയ്യണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യണം. അതായത് 62,700-ന്റെ 4% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2,508 എന്ന് കിട്ടും. ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 65,208 എന്ന് നമുക്ക് കിട്ടും. ഈ കിട്ടിയിരിക്കുന്നതാണ് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടാക്സ് ലാബിലിറ്റി. ഇവിടെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എത്രയാണ്? 65,208 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ മന്ത്ലിയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെ വരും? മന്ത്ലി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? 65,208 ഡിവൈഡ് ബൈ 12 നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5,434 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇയർലി ആണ് വരുന്നത്. മന്ത്ലി എത്ര വരും? 5,434 എന്ന് വരും. ഇനി നമ്മൾ ന്യൂ റിജിം പ്രകാരം, ന്യൂ ടാക്സ് റിജിം പ്രകാരം എങ്ങനെയാണ് ടാക്സ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ടിൽ, അതായത് നെറ്റ് സാലറി എന്ന് പറയുന്നത് വരെ ഒരു മാറ്റവുമില്ല. അതായത് നെറ്റ് സാലറി നേരത്തെ നമുക്ക് കിട്ടിയത് 7,66,000 ആയിരുന്നു കിട്ടിയത്. ആ എമൗണ്ട് തന്നെയാണ് നമ്മുടെ സാലറി ഇൻകം വരുന്നത് ഫസ്റ്റില്. ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നേരത്തെ പറഞ്ഞത് കൊണ്ട് എൻ്റെ വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നെറ്റ് സാലറി വരെ ചെയ്തത് ഈ ന്യൂ റിജിമിൽ എന്നതിലും കൊടുക്കണം, എന്നിട്ട് ഇതുവരെ കണ്ടെത്തുക.
ഈ നെറ്റ് സാലറിയിൽ നിന്നും നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്തത്, നേരത്തെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കുറച്ചില്ലേ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, ഈ 80C എന്ന് പറയുന്ന ഡിഡക്ഷൻ ഇവിടെ എന്താണ്, നോട്ട് പെർമിറ്റഡ് ആണ്. ന്യൂ ടാക്സ് റിജിം ആണെങ്കിൽ ഇവിടെ നമുക്ക് അതിന് ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതായത് ന്യൂ ടാക്സ് റിജിം പ്രകാരമാണ് കാണുന്നതെങ്കിൽ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ചില കേസിൽ അത് കൊടുക്കുന്ന ഡിഡക്ഷൻസ് വരുന്നുണ്ട്, ചില സെക്ഷൻ മാത്രം. പക്ഷെ ഇവിടെ 80C എന്തായാലും ഡിഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ത് തന്നെയായിരിക്കും, 7,66,000 തന്നെയാണ് നെറ്റ് ഇൻകം ഫ്രം സാലറി വരുന്നത്. നെറ്റ് ഇൻകം ഫ്രം സാലറി 7,66,000 തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ നെറ്റ് ഇൻകം ഫ്രം സാലറി വരെ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഇതിന്റെ ടാക്സ് ലാബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂ ടാക്സ് റിജിം പ്രകാരം ഫസ്റ്റ് 3 lakh ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് 3 lakhന് ടാക്സ് നില്ലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3 lakh ആണ് അടുത്ത വരുന്നത്. നെക്സ്റ്റ് 3 lakhന് എത്രയാണ്, 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് 3 lakhന് 5%, 3 lakhന്റെ 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 15,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് എത്രയാണ്, 1,66,000 ആണ് അടുത്ത റേറ്റ് വരുന്നത്. എത്രയാണ്, 1,66,000ന് എത്രയാണ് റേറ്റ് വരുന്നത്, അടുത്തത് 10% ആണ് റേറ്റ് വരുന്നത്. അതായത് 16,600 എന്ന് നമുക്ക് കിട്ടും. 10% കണ്ടു കഴിഞ്ഞാൽ 1,66,000ന്റെ. ഇനി ഇതിനെ ടോട്ടൽ ചെയ്യുന്നു, അതായത് നമ്മൾ ടോട്ടൽ ഇത് കൂട്ടി കഴിഞ്ഞാൽ 7,66,000 ടോട്ടൽ വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യുന്നു, 15,000ഉം 16,600. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 31,600 എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ HEC ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യാം. 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത്. അതായത് എത്ര വരും, ഇവിടെ 1,264 വരും 4% കണ്ടു കഴിഞ്ഞാൽ. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 32,864 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വരുന്നത്. ഓക്കെ, ഇനി മന്ത്ലി കാണാൻ എങ്ങനെയാ ചെയ്യേണ്ടത്, മന്ത്ലി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, മന്ത്ലി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ഈക്വൽ ടു എത്ര വരും, 32,864 ഡിവൈഡഡ് ബൈ 12 നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2,738 എന്നുള്ള 38.6 എന്നാണ്. ഇതിന് നമുക്ക് 2,739 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് ഓൾഡ് ടാക്സ് റിജിം പ്രകാരവും അതേപോലെ തന്നെ ന്യൂ ടാക്സ് റിജിം പ്രകാരവും നമ്മൾ ഇവിടെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക, എന്നിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ കൂടുതൽ ആളുകൾ കാണുന്നതിന് അനുസരിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. അടുത്ത സെമ്മ് മുതൽ നമുക്ക് ഓരോ പ്രോബ്ലം പേപ്പേഴ്സിനെ കുറിച്ച് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.